നമസ്കാരം. ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി മറ്റൊരു വ്യക്തിയും തമ്മിൽ ഭാവിയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ എഗ്രിമെൻറ്റുകൾ വെക്കുന്നത് ബിസിനസ്സിനകത്ത്. പലപ്പോഴും ഒരു എഗ്രിമെൻറ്റ് മാത്രമല്ല മൾട്ടിപ്പിൾ എഗ്രിമെൻറ്റ്സ് വെക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരാറുണ്ട്. ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിലുള്ള എഗ്രിമെൻ്റാണ് സാധാരണ രീതിയിൽ ബിസിനസ്സിനകത്ത് വരുന്നത്? അത്തരത്തിലുള്ള ഒരു 3 എഗ്രിമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിലൊന്നാണ് MOU, മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പലരും കേട്ട് കാണും അല്ലേ? പലപ്പോഴും ന്യൂസ് ചാനൽസ് നമ്മൾ കേൾക്കാറുണ്ട്. ഈ 2 സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തി, അല്ലെങ്കിൽ 2 ഗവൺമെൻറ്റുകൾ തമ്മിലൊരു MOU സൈൻ ചെയ്തു, ഇത്തരത്തിലെല്ലാം കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് MOU എന്ന് പറയുന്നത്? എന്തിനാണ് MOU എന്ന് ഞാൻ പറയാം. ഇപ്പം ഞാനൊരു ടെക് കമ്പനി റൺ ചെയ്യുകയാണ്. എനിക്ക് ഹാർഡ്വെയർസ് ഉണ്ടാക്കി തരാനായിട്ട് നിങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്, അപ്പോൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, റൈറ്റ്? ഇവിടെ ഞാനും നിങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ബേസിക് എഗ്രിമെൻ്റാണ് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് എൻ്റെ റോൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ റോൾ എന്തൊക്കെയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ടൈം ലൈൻ എത്രയാണ്, പറഞ്ഞുറപ്പിച്ചിട്ടുള്ള തുക എത്രയാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തില്ല, ഇത്തരത്തിൽ എന്തെങ്കിലും ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും, ടെർമിനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എഴുതി തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റിനെ പറയുന്ന പേരാണ് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇതൊരു ബേസിക് എഗ്രിമെൻ്റ് ആണ്. ഈ എഗ്രിമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബാക്കിയുള്ള എഗ്രിമെൻറ്റുകളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഈ എഗ്രിമെൻറ്റ് ഒരു ലീഗലി ബൈൻഡഡ് എഗ്രിമെൻ്റ് ആവണമെന്നില്ല. ലീഗലി ബൈൻഡഡ് എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ടേംസ് ഞാൻ പാലിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കോടതിയിൽ ചെന്ന് അവിടുന്ന് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുത്ത് നഷ്ടപരിഹാരം വാങ്ങി ഇത്തരത്തിൽ ലീഗലി പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നില്ല. ഇത് ടെർമിനേറ്റ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് ഇതോടുകൂടി അവസാനിക്കും. പറഞ്ഞിട്ടുള്ള വാക്ക് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ആ ഉടമ്പടി അതോടുകൂടി അവസാനിക്കും. അതിനപ്പുറത്ത് ലീഗലി മൂവ് ചെയ്ത് ആക്ഷൻസ് എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ലീഗലി ബൈൻഡ് എഗ്രിമെൻ്റ് എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. ഇനി ഇത് ഏതിലാണ് ഇത് തയ്യാറാക്കേണ്ടത്? മുദ്രക്കടലാസിലാണോ അതോ സാധാരണ ഒരു ലെറ്റർ ഹെഡിലാണോ? അത് ഞാൻ ഏറ്റവും അവസാനം പറയാം, കാരണം 2 എഗ്രിമെൻറ്റ്സിനെ കുറിച്ച് കൂടി പറയാനുണ്ട്. അപ്പം ഇതാണ് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം നിങ്ങൾ മറ്റൊരു സ്ഥാപനമായിട്ട് ലോങ് ടേമിൽ ഒരു കാര്യത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് ഈ പറയുന്ന MOU എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് NDA, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 പാർട്ടീസ് തമ്മിൽ വെക്കുന്ന എഗ്രിമെൻ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ, എൻ്റെ ബിസിനസ് കുറേ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്, സോ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. സോ ഞാൻ ആസ് എ കൺസൾട്ടൻറ്റ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, അതായത് ഇതിൻ്റെ ബിസിനസ്സിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ബിസിനസ്സിനകത്ത് നടക്കുന്ന വളരെ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യുന്ന പല റെക്കോർഡ്സ് ആണെന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കാരണം എങ്കിലേ നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. ഇത്തരം സാഹചര്യത്തിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ മിസ്യൂസ് ചെയ്യില്ല എന്ന ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 2 പേരും തമ്മിൽ വയ്ക്കുന്ന എഗ്രിമെൻ്റ് ആണ് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഹെൽത്ത് ഡ്രിങ്കിൻ്റെ ബ്രാൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഫോർമുല എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഞാനല്ല ചെയ്യുന്നത്, മാനുഫാക്ചർ നിങ്ങളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോർമുല ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ എനിക്ക് മാനുഫാക്ചർ ചെയ്തിട്ട് പ്രൊഡക്റ്റ് തരുന്നു, ഞാനിത് പാക്ക് ചെയ്തിട്ട് വിൽക്കുന്നു. ഇതാണ് പ്രോസസ്സ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല നിങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങളിത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഇത് വെച്ചുകൊണ്ട് ബ്രാൻഡ് ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും തമ്മിൽ വെക്കുന്ന എഗ്രിമെൻ്റ് ആണ് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ വെക്കുന്നത് ബിസിനസ് പാർട്ട്ണർഷിപ്പിലാണ്. അപ്പം 2 സ്ഥാപനങ്ങൾ തമ്മിൽ പാർട്ട്ണർഷിപ്പ് വഴി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് വെക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് സാധാരണഗതിയിൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് എംപ്ലോയീസുമായിട്ട് വെക്കാറുണ്ട്. കാരണം എംപ്ലോയീസിന് പലപ്പോഴും കമ്പനിക്കകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ഈ എംപ്ലോയീസുമായിട്ട് നമുക്ക് ഈ പറയുന്ന നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ട് മറ്റൊരു സ്ഥാപനത്തെ ഏൽപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ആ സ്ഥാപനം നിങ്ങളുടെ ഡാറ്റ മിസ്യൂസ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരുപാട് ഡാറ്റ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും, കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത്തരം ഡാറ്റകൾ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് അവരുമായിട്ടൊരു നോ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് വെക്കേണ്ടതായിട്ട് വരും.
അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊരു ടീമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് വയ്ക്കേണ്ടതായിട്ട് വരും. ഈ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് യൂണിലേറ്ററൽ എഗ്രിമെൻറ്റ് എന്ന് പറയും. ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് കോൺഫിഡൻഷ്യലായിട്ട് ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് യൂണിലേറ്ററൽ എഗ്രിമെൻറ്റ്. ഇനി ബൈലേറ്ററൽ എഗ്രിമെൻറ്റ് എന്നൊന്നുണ്ട്. അതായത് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് തരും നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ചിട്ട്. രണ്ടുപേരും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വെക്കേണ്ടതാണ് ബൈലേറ്ററൽ എഗ്രിമെൻറ്റ്. ഇനി ഈ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിരിക്കത്തില്ല. ചില കാര്യങ്ങൾ മാത്രമേ കോൺഫിഡൻഷ്യൽ ആയിരിക്കത്തുള്ളൂ, ചില കാര്യങ്ങൾ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്യണം. ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി അത് യൂസ് ചെയ്യേണ്ട ലിമിറ്റ് ഏതുവരെ യൂസ് ചെയ്യാം, ആർക്കൊക്കെ ഇത് കൊടുക്കാം, ആർക്കൊക്കെ ഇത് കൊടുക്കരുത്, ഇതെന്തെങ്കിലും ഒരു ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും, ഈ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യണോ അതോ അത് നശിപ്പിച്ച് കളയണോ, എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ജൂറിസ്ഡിക്ഷനിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ജനറലായിട്ട് ഓരോ ബിസിനസ്സിനനുസരിച്ച് മാറി വരും കേട്ടോ. അപ്പോൾ ജനറലായിട്ട് നമ്മൾ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റിൽ ഇത് തയ്യാറാക്കേണ്ടത്. ഇനി ഇത് ലീഗലി ബൈൻഡ് ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റ് തന്നെയാണ്. കാരണം എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ മറ്റൊരാൾ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ സ്ഥാപനം എന്തെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോടതിയിൽ പോകാനായിട്ട് കഴിയും, നഷ്ടപരിഹാരം വാങ്ങാനായിട്ട് കഴിയും. ബാക്കി കോടതി പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഈ വ്യക്തി ആക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതൊരു ലീഗലി ബൈൻഡ് ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റ് തന്നെയാണ്. മൂന്നാമത്തേതാണ് മാസ്റ്റർ പർച്ചേസ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സോപ്പിൻ്റെ ഒരു ബ്രാൻഡ് ഇറക്കുകയാണ്. സോ സോപ്പ് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നില്ല, എൻ്റെ ബ്രാൻഡ് നെയിമിൽ നിങ്ങളാണ് സോപ്പ് എനിക്ക് മാനുഫാക്ചർ ചെയ്ത് തരുന്നത്, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റ് നിങ്ങൾ എനിക്ക് മാനുഫാക്ചർ ചെയ്ത് തരുന്നത്. അപ്പം ഞാൻ ബയ്യറാണ്, നിങ്ങളാണ് സപ്ലയർ. ഇത്തരം ബിസിനസ്സിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ്, ഒരിക്കൽ ഫസ്റ്റ് കിട്ടുന്ന ക്വാളിറ്റി ആയിരിക്കത്തില്ല സെക്കൻഡ് സപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റി, അതായിരിക്കത്തില്ല തേർഡ് ടൈം സപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റി. ആ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒരുപക്ഷെ ഓരോ സമയത്തും ഓരോന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഇന്ന് ഞാനൊരു സോപ്പ് വാങ്ങി യൂസ് ചെയ്യുന്നു, ഞാൻ അടുത്ത പ്രാവശ്യം വാങ്ങുന്ന സമയത്ത് ഇതേ മണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതേ ക്വാളിറ്റി കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രാൻഡിനെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പം ക്വാളിറ്റി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ പ്രൊഡക്ഷൻ മറ്റൊരു പാർട്ടിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് എൻഷുർ ചെയ്യേണ്ടതും ഈ ബ്രാൻഡ് തന്നെയാണ്. ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാസ്റ്റർ പർച്ചേസ് എഗ്രിമെൻറ്റ് വെക്കുന്നത്. ഇപ്പോൾ സർവീസ് മേഖലയാണെന്നുണ്ടെങ്കിൽ അവിടെ മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റ്, ആ ടെർമിനോളജിയിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പോൾ ബയ്യറും സപ്ലയറും തമ്മിൽ വെക്കുന്ന എഗ്രിമെൻ്റാണ് മാസ്റ്റർ പർച്ചേസ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രൈസിങ്. അപ്പം പ്രൈസ് എത്ര രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത്, ഈ പേയ്മെൻറ്റ് ടേംസ് എങ്ങനെയൊക്കെയാണ്, എപ്പോഴാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് തരേണ്ടത്, ഇതിൻ്റെ ക്വാളിറ്റി ഏത് ക്വാളിറ്റിയിലാണ് ഈ പ്രോഡക്റ്റ് എപ്പോഴും തരേണ്ടത്, എത്ര കാലത്തേക്ക് ഇത് സപ്ലൈ ചെയ്യണം, ഏതൊക്കെ പീരീഡിൽ ഇത് സപ്ലൈ ചെയ്യണം, ഇത് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ടെർമിനേഷൻ കണ്ടീഷൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ വാറൻറ്റി എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് തയ്യാറാക്കുന്നത്. അത് ഡിപ്പെൻഡ്സ് എഗെയിൻ ബിസിനസ്സിനനുസരിച്ചിട്ട്, ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഇതിനകത്ത് വരുന്ന എലമെൻറ്റ്സിൽ മാറ്റം വരും. ഇത് ലീഗലി ബൈൻഡിങ് എഗ്രിമെൻറ്റ് തന്നെയാണ്. ഇതിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേംസ് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ ലീഗലി അത് മൂവ് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാനും അങ്ങനെയുള്ള പ്രൊവിഷൻസ് എല്ലാം ഇതിനകത്തുമുണ്ട്. ഇനി ഈ പറഞ്ഞിട്ടുള്ള മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ മാസ്റ്റർ പർച്ചേസ് എഗ്രിമെൻറ്റ്, മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റ്, ഇതെല്ലാം വെള്ള പേപ്പറിൽ എഴുതിയാൽ മതിയോ അതോ മുദ്രക്കടലാസിൽ എഴുതണോ? ഇതൊരു ചോദ്യമാണ്. ഇത്തരം എഗ്രിമെൻറ്റ്സ് ഒന്നും മുദ്രക്കടലാസിൽ എഴുതണമെന്ന് ഇല്ല. കാരണം മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഈ ഇന്ത്യൻ സ്റ്റാമ്പ്സ് ആക്ട് പ്രകാരം മുദ്രക്കടലാസിൽ എഴുതേണ്ട കുറച്ച് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യേണ്ടതാണ്. റെൻ്റൽ എഗ്രിമെൻറ്റ്, വാടക കരാർ അത്തരത്തിൽ ചെയ്യേണ്ടതാണ്. പവർ ഓഫ് അട്ടോണി, ട്രേഡ് മാർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന പവർ ഓഫ് അട്ടോണി അത്തരത്തിൽ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഈ സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യേണ്ടത്, എങ്കിലും അത് ലീഗലി വയബിൾ ആവത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എഗ്രിമെൻറ്റ്സ് ഒന്നും സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം പലപ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് മറ്റ് പാർട്ടീസ് തയ്യാറായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു എംപ്ലോയിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തരുമോ? ഒരിക്കലും ഇല്ല, പേടിയായിരിക്കും. അപ്പോൾ വെള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ലീഗലി മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്.
പക്ഷേ ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രൊഫഷണലായിട്ട് എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷം രണ്ട് പാർട്ടിക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഇത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഡ്രാഫ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. പലപ്പോഴും പിന്നീട് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ മറ്റു പാർട്ടി ഒരു വിഷയം സൈൻ ചെയ്ത് തരാനായിട്ട് സമ്മതിച്ചൊന്നും വരത്തില്ല. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കുക. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.